എം.ജി. സർവകലാശാലയിൽ സഹപ്രവർത്തകരുടെ ജാമ്യത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് 60 ലക്ഷം രൂപ വായ്പയെടുത്ത അധ്യാപിക മുങ്ങി. സ്കൂൾ ഓഫ് ബയോസയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് രശ്മിയാണ് തട്ടിപ്പ് നടത്തിയത്. അതേസമയം അകാരണമായി ജോലിക്ക് എത്താത്തതിനാൽ അധ്യാപികയെ സർവകലാശാല സസ്പെൻഡ് ചെയ്തു. എം.ജി. സർവകലാശാലയിലെ 10 അധ്യാപകരാണ് സഹപ്രവർത്തകയുടെ തട്ടിപ്പിനിരകളായത്. സ്കൂൾ ഓഫ് ബയോസയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് രശ്മി സഹപ്രവർത്തകരുടെ ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്തും കടം വാങ്ങിയും ശേഷം മുങ്ങി. 2016 മുതൽ 2022 വരെയുള്ള കാലയളവിൽ 60 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. 2 മുതൽ 7 ലക്ഷം രൂപ വരെ ഓരോ അധ്യാപകരുടെ പേരിലും വായ്പയെടുത്തിട്ടുണ്ട്. പണം തിരിച്ചടയ്ക്കാതായതോടെ ജാമ്യം നിന്ന അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്നും ബാങ്കുകൾ പണം തിരിച്ചുപിടിച്ചു. ഇതോടെ ജാമ്യക്കാർ കുടുങ്ങി. ചില അധ്യാപകർ ഡയറക്റ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുത്തു ചിട്ടി. ചിലവരിപ്പോഴും നേരെ കൊണ്ട് അടച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഈ ഇവിടെ സാലറി റിഫ്ലക്റ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിന് യൂണിവേഴ്സിറ്റി ഒരു പ്രോപ്പറായിട്ടുള്ള തീരുമാനം എടുക്കണം. 1 വർഷത്തിന് മുമ്പ് നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. ആ കംപ്ലയിൻറ്റിന് ഒരു നടപടിയില്ല. ഞാൻ ചോദിച്ചു എന്തിനാ ഇത്രയും കാശ്. അപ്പോൾ പറഞ്ഞു അവരുടെ ഒരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ലോണൊക്കെ എടുക്കുന്നത്. ഉടനെ തന്നെ ഇതെല്ലാം സെറ്റിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇതിനു പുറമെ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും സ്വർണവും പണയവും ഇവർ വാങ്ങിയിട്ടുണ്ട്. തെള്ളകത്തെ പച്ചക്കറി വ്യാപാരിയിൽ നിന്നും 5 ലക്ഷം രൂപ ചെക്ക് നൽകി കൈപ്പറ്റിയ ശേഷം തിരികെ നൽകിയിട്ടില്ല. അതേസമയം സിവിൽ നടപടിക്രമങ്ങളായതിനാൽ കേസെടുക്കാനാവില്ലെന്നാണ് ഗാന്ധിനഗർ പോലീസിന്റെ നിലപാട്. അധ്യാപികയ്ക്കെതിരെ കൂടുതൽ നടപടികൾ യൂണിവേഴ്സിറ്റി സ്വീകരിക്കും. ജനം, കോട്ടയം.